നമസ്കാരം. കൊല്ലം ജില്ലയിലെ കഴുതുരുട്ടി സ്വദേശികളായ ശ്രീ ശശികുമാറിനും കുടുംബത്തിനും മൻസൂറിനും വിമലനും സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. തമിഴ് സിനിമയായ കത്രതു, മലയാള സിനിമകളായ ജയം, വെട്ടം, മേഘം, 20-ാം നൂറ്റാണ്ട് എന്നിവയിലൂടെ ഏവർക്കും സുപരിചിതമായ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതപാതകളിലൊന്നായ 13 കണ്ണറപ്പാലം. കൊല്ലം ജില്ലയുടെ തനതായ കാട്ടുവിഭവങ്ങൾ മദ്രാസിലേക്ക് അയക്കുക, ഇവയെ തമ്മിൽ വാണിജ്യപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി 1900 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ഉത്തരം തിരുനാൾ മഹാരാജാവിൻ്റെ അനുമതിയോടുകൂടി ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച പാലം. 2 കരിങ്കൽ പാറക്കുന്നുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് 13 ഗ്രാനൈറ്റ് പില്ലറിൽ 100 അടി ഉയരത്തിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചുള്ള അത്യന്തം ശ്രമകരമായ ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച എഞ്ചിനീയർ ജെറാൾഡ് മെയ്റ്റ്ലാൻഡ് ഹെരിയോട്ടിനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. 1868 ഒക്ടോബർ 28 ശ്രീ മാർത്ത ആഗ്ന്യൂവിൻ്റെയും ഫെഡറിക് ലീസ് മെയ്റ്റ്ലാൻഡ് ഹെരിയോട്ടിൻ്റെയും മകനായി ജനിച്ചു. പഠിക്കാൻ അതിസമർത്ഥനായിരുന്നു. തൻ്റെ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം 1890കളിൽ റെയിൽവേ കൺസ്ട്രക്ഷൻ വർക്കിൽ ഒരു റെസിഡൻ്റ് എഞ്ചിനീയറായി തൻ്റെ ഔദ്യോഗിക ജീവിതം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ 1895 മിസ്റ്റർ ജെറാൾഡ് മെയ്റ്റ്ലാൻഡ് ഹെരിയോട്ട് ഇന്ത്യയിലെത്തി. ഇവിടെ ആസാം ബംഗാൾ റെയിൽവേ പദ്ധതിയുമായി ചുമതലകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ റെയിൽവേ പ്രോജക്റ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്നതും 13 കണ്ണറ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുക്കുന്നതും. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ബ്രിട്ടീഷുകാർ കൊല്ലം ജില്ലയിലെ അമ്പനാട് എസ്റ്റേറ്റും നെടുമ്പാറ എസ്റ്റേറ്റും ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നതും. പിന്നീട് 100 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് ഇപ്പോൾ RPGയുടെ രാമനാഥ് പ്രസാദ് ഗോയങ്കയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി നടന്നു പോരുന്നുണ്ട്. ചുറ്റും വനനിബിഡമായ ഈ പ്രദേശത്തിലെ 2 കൽക്കുന്നുകളെ തുരന്നിട്ട് അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ 13 കമാനങ്ങളുടെ നിർമ്മിതി ഒരു ഭഗീരഥ പ്രയത്നമായിരുന്നു. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ പ്രധാന വെല്ലുവിളി കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് അട്ടകളുടെ കടിയുമായിരുന്നു. 1900-ലെ ആദ്യ മാസങ്ങളിൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും ജൂൺ ജൂലൈ മാസങ്ങളിലെ ഇതിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് ജ്വരവും കോളറയും പിടിപെടുകയും മരണമടയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയിരിക്കെ ഒക്ടോബർ മാസമായപ്പോഴേക്കും ഇതിൻ്റെ ശില്പിയായിരുന്ന ജെറാൾഡ് മെയ്റ്റ്ലാൻഡ് ഹെരിയോട്ടിന് കോളറ പിടിപെടുകയും അത് കലശലാവുകയും ചെയ്തു. രോഗം മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോകാൻ നോക്കിയെങ്കിലും സാധിക്കാത്തത് കാരണം തൻ്റെ 32ാമത്തെ വയസ്സിൽ നവംബർ 2 മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അറിയപ്പെടുന്ന ഗോൾഫർ കൂടിയായിരുന്ന ഹെരിയോട്ടിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1894 ഡിസംബർ 4 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അസോസിയേറ്റ് മെമ്പറായി തിരഞ്ഞെടുത്തിരുന്നു. സമർത്ഥനായ ഇദ്ദേഹത്തിൻ്റെ വിയോഗം ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് താങ്ങാനാവാത്ത നഷ്ടമായി മാറി. അദ്ദേഹത്തെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് നെടുമ്പാറ എസ്റ്റേറ്റിൽ കബറടക്കുകയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നതിന് ചുറ്റും കരിങ്കൽ പാറ കൊണ്ട് ഒരു കോട്ടയും നിർമ്മിച്ചു. എല്ലാ വർഷവും നവംബർ 2 പ്രദേശവാസികൾ അദ്ദേഹത്തെ സ്മരിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യാറുമുണ്ട്. പക്ഷേ വേണ്ട പരിഗണന ഇന്ത്യൻ റെയിൽവേ നൽകുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇന്ത്യൻ റെയിൽവേക്ക് ഇത്രയധികം സംഭാവനകൾ നൽകിയ ഇദ്ദേഹത്തിൻ്റെ കബറിടം റെയിൽവേ ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തണമെന്ന പ്രദേശവാസികളുടെ ആഗ്രഹത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ജയ് ഹിന്ദ്. സാലി കുരാക്കാർ.